കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ നല്ല സമയത്ത് കർത്താവിൻ്റെ ദാസൻ അലി ബ്രദർ നമ്മോടൊത്ത് തൻ്റെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുവാനായിട്ട് കടന്നു വന്നിട്ടുണ്ട്. കർത്തദാസനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അനേക അനുഭവ സമ്പത്ത് കർത്തദാസന് കർത്താവ് നൽകിയിട്ടുണ്ട്. തൻ്റെ അനുഭവ സാക്ഷ്യം കേൾക്കുവാൻ ഈ ലൈവിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കർത്തദാസനെ ലൈവിലേക്ക് ക്ഷണിക്കുന്നു. കർത്താവെ, ഈ നല്ല സമയം കർത്തദാസനെ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. ദൈവമഹത്വം തന്നിൽ വെളിപ്പെടുത്തണം. കർത്താവിന്റെ നാമം മഹിമപ്പെടുവാൻ ഇടയാക്കണം. യേശു ക്രിസ്തു മൂലം തന്നെ. ആമീൻ, ആമീൻ, ആമീൻ. കർത്താവിന്റെ ദാസൻ ഇന്ന് പകൽക്കാലത്തെങ്കിൽ താൻ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്നും ആമീൻ നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് ഒരു വാക്കിൽ പറഞ്ഞിട്ട് പ്രൈസ് ലോർഡ് കർത്താവിന്റെ ദാസന്റെ സാക്ഷ്യങ്ങൾ തുടരാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇപ്രകാരം ഒരു അനുഭവം അല്ലെങ്കിൽ ഇപ്രകാരം ഒരു സാഹചര്യം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ഒരു യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. മലപ്പുറം ജില്ലയിൽ ചെറുപ്രായത്തിൽ തന്നെ ഇസ്ലാമിക ആചാര അനുഷ്ഠാനങ്ങൾക്ക് കീഴ്പ്പെട്ട് മദ്രസയിൽ പഠനം നടത്തുന്നതിനും, മദ്രസ എന്ന് പറഞ്ഞാൽ മുസ്ലിം മത പഠനശാലയിൽ പഠനം നടത്തുന്നതിനും ആചാര അനുഷ്ഠാനങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നതിനുള്ളതായ സാഹചര്യം ചെറുപ്രായത്തിൽ തന്നെ ലഭിക്കുവാൻ തക്കവണ്ണം എനിക്കിടയായത്. അമ്മയുടെ മരണം എൻ്റെ ജീവിതത്തിൽ വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത്. ചെറുപ്രായത്തിൽ തന്നെ മാതാവ് ഈ ലോകത്തിൽ നിന്ന് മരണം വഴിയായിട്ട് കടന്നുപോയി. അതിനുശേഷമായി രണ്ടാനമ്മ പിതാവ് പുനർവിവാഹം ചെയ്തു. അതിലൊരു കുഞ്ഞ് ജനിക്കുന്നത് വരെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചതോടുകൂടെ വാസ്തവത്തിൽ എൻ്റെ കഷ്ടകാലം അവിടെ ആരംഭിക്കുകയാണ്. അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയുള്ളതായ ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. പിതാവ് ഒരു ബിസിനസ്മാൻ ആയിരുന്നു. ഹോട്ടല്, അതുപോലെ പലചരക്ക് കട, ചുക്ക്, കുരുമുളക്, അങ്ങനെയുള്ളതായ പല ബിസിനസ്, റബ്ബർ തോട്ടം, അങ്ങനെയൊക്കെ ആയിരുന്നു പിതാവിൻ്റെ ബിസിനസ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ എന്നെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതായിരുന്നു രണ്ടാനമ്മയുടെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത്. ഞങ്ങൾ 2 മക്കളാണ്. എൻ്റെ നേരെ താഴെ ഒരു പെണ്ണ്. എൻ്റെ ഉമ്മ മരിച്ച അടുത്ത ദിവസം തന്നെ പെങ്ങളെ വളർത്താനായിട്ട് ഉമ്മ അവരെ അങ്ങ് കൊണ്ടുപോയി. എന്നാൽ എന്നെ കൊടുത്തില്ല. ഞങ്ങൾ 2 പേരും വേണമെന്നാണ് എൻ്റെ ഉമ്മയുടെ ഉമ്മ ആവശ്യപ്പെട്ടതെങ്കിലും പെങ്ങളെ അങ്ങ് കൊടുത്തു, എന്നെ കൊടുത്തില്ല. പിന്നീട് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞ് വളരെ കൈപ്പേറിയതായിരുന്നു. രണ്ടാനമ്മയുടെ പീഡനം എന്ന് പറഞ്ഞ അത്രമാത്രം ഭയാനകമായ രീതിയിലുള്ളതായ പീഡനങ്ങളായിരുന്നു രണ്ടാനമ്മയിൽ നിന്ന് ഏൽക്കേണ്ടതായിട്ട് വന്നത്. അപ്പനൊരു മുൻകോപി ആയതുകൊണ്ട് കടയടച്ചെല്ലാം രാത്രി വരുമ്പോൾ എന്നെ കുറിച്ചുള്ളതായ കുറ്റങ്ങളായിരിക്കും രണ്ടാനമ്മ പിതാവിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നതൊക്കെ. പിന്നീടുള്ളതായ ആ മർദ്ദനം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായ ഒരു സാഹചര്യത്തിൽ പപ്പ കാണത്തക്ക രീതിയിൽ തന്നെ നീളമുള്ളതായ നല്ല വിറക് കൊള്ളി അവര് അവിടെ ഇങ്ങനെ ഇടും. പെട്ടെന്ന് കണ്ണെത്തുന്നത് ആ വിറക് കൊള്ളിയിലായിരിക്കും. ആ വിറക് കമ്പ് കൊണ്ടായിരിക്കാം പിന്നീട് പിതാവ് എന്നെ മർദ്ദിക്കുന്നതൊക്കെ. ഒന്നും കിട്ടിയില്ലെങ്കിൽ തല പിടിച്ച് ജനലില് അല്ലെങ്കിൽ ചുമരിലൊക്കെ ഇടിക്കുകയായിരുന്നു. വളരെ കഷ്ടപ്പാടിലൂടെയാണ് അല്ലെങ്കിൽ വളരെ പീഡനങ്ങളിലൂടെയാണ് ആ കാലഘട്ടങ്ങളിലൊക്കെ കടന്നുപോയത്. എൻ്റെ കൂട്ടുകാരെന്നോട് പറഞ്ഞു, അലി, ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമുണ്ട്. ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. ഒരല്പം മദ്യം കഴിച്ചാൽ നിന്റെ പ്രശ്നത്തിനൊക്കെ പരിഹാരം കിട്ടും. ഈ മർദ്ദനമെല്ലാം ഓരോ ദിവസവും നിനക്ക് സഹിക്കാനായിട്ട് കഴിയും എന്ന കൂട്ടുകാരുടെ ആലോചന പ്രകാരം ചെറുപ്രായത്തിൽ തന്നെ, ഏകദേശം അന്ന് 14-13 വയസ്സുണ്ട്,
അന്ന് തന്നെ മദ്യം ഉപയോഗിക്കാനായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ഞാൻ എൻ്റെ കൂട്ടുകാരോട് ചോദിച്ചു, മദ്യം എന്ന് പറയുന്നത് നമുക്ക് പാടില്ലാത്ത കാര്യമല്ലേ, ഹറാമായ കാര്യമല്ലേ? അപ്പൊ എന്നോട് എൻ്റെ കൂട്ടുകാർ പറഞ്ഞു, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല, നമ്മളെ പ്രവാചകൻ പോലും മദ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നീ മദ്യം ഉപയോഗിക്കുന്ന വലിയൊരു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് എന്നോട് ആലോചന പറഞ്ഞ പ്രകാരം ചെറുപ്രായത്തിൽ തന്നെ മദ്യപാനം തുടങ്ങുവാനായിട്ട് എനിക്കിടയായി. ഓരോ ദിവസവും ആവശ്യമായ പൈസ ഏതെങ്കിലും ഒരു കടയിൽ പോയി ഇരിക്കും, അവിടെ നിന്ന് എടുത്ത് പോക്കറ്റിലിടും, അടി കിട്ടും എന്ന് പീഡനമുണ്ടാകും എന്ന് മനസ്സിലാക്കിയാതായ ദിവസങ്ങളിൽ മദ്യം ഉപയോഗിക്കുന്നത് പതിവായി തീർന്നു. എന്നാൽ മദ്യപാനത്തിനും എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ഭവനം വിട്ട് യാത്രയായി. ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് ലഭിക്കുന്ന ജോലിയിൽ കിട്ടുന്ന പൈസ എല്ലാം തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും ലൗകികമായ സുഖ സൗകര്യങ്ങൾക്കും വേണ്ടി ചെലവഴിച്ചു. അങ്ങനെ അവസാനം ബോംബെയിലെത്തി. ബോംബെയിൽ ഒരു കമ്പനിയിൽ ഹെൽപ്പറായി ജോലി നോക്കി. ആകെ കിട്ടുന്ന 10 രൂപ ശമ്പളമാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് 10 രൂപ മതിയായിരുന്നു. മദ്യപാനമൊക്കെ കുറേശ്ശെ പൈസ ഇല്ലാതെ നിർത്തിവെക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഒരു 3-4 വർഷക്കാലം ആ കമ്പനിയിൽ ഹെൽപ്പറായിട്ട് ജോലി നോക്കി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അതേ കമ്പനിയിൽ തന്നെ നല്ല സാലറിയോടുകൂടെ ജോലിയിൽ പ്രവേശിച്ചു. ഓപ്പറേറ്ററായിട്ട്, ക്രെയിൻ ഓപ്പറേറ്റർ. നല്ല സാലറി ഉണ്ട്. അപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരാൻ തുടങ്ങി, നിനക്ക് ആരാണുള്ളത്? നിന്നുമ്മ ചെറുപ്രായത്തിൽ മരിച്ചില്ലേ? പിതാവ് നിന്നെ സ്നേഹിക്കുന്നുണ്ടോ? രണ്ടാനമ്മയല്ലേ നിനക്കുള്ളത്? നിന്നെ ആരും സ്നേഹിക്കാൻ ഇല്ലാത്ത ഒരു വ്യക്തിയാണ്, ഒരു അനാഥയാണ് എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും വരാനായിട്ട് തുടങ്ങി. അങ്ങനെ വീണ്ടും മദ്യപാനത്തിലേക്ക് താഞ്ഞു. എല്ലാ ദിവസവും മദ്യം കഴിക്കും. പോക്കറ്റ് മണി, സാലറിയുടെ പുറമെ പോക്കറ്റ് മണി കിട്ടുമായിരുന്നു. അങ്ങനെ മദ്യപാനത്തിലേക്ക് കൂടുതൽ പോയി. അതോടുകൂടെ തന്നെ ക്രിസ്ത്യനിഷ്ഠത, ജോലിയിൽ ക്രിസ്ത്യനിഷ്ഠത പാലിക്കാൻ പറ്റാത്തതായ ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒരു രാത്രി നല്ലവണ്ണം മദ്യപിച്ചു. അന്ന് രാവിലെ 8 മണിക്ക് ജോലിക്ക് പോകേണ്ടതായിട്ടായിരുന്നു. 8 മണിക്ക് പോകാതെ 11 മണിക്കാണ് എഴുന്നേറ്റത്. മദ്യത്തിന്റെ ലഹരി തീരാതെ 11 മണിക്ക് എഴുന്നേറ്റ് നോക്കിയപ്പോൾ 11 മണിയായി. 8 മണിക്ക് പോകേണ്ട എനിക്ക് പോകാനായിട്ട് സാധിക്കാത്ത ഒരവസ്ഥ. കുളിക്കാതെ നേരെ ഡ്രസ്സ് ഇട്ട് കമ്പനിയിൽ ചെന്നപ്പോൾ വാച്ച്മാൻ എന്നോട് പറഞ്ഞു, മാനേജറെ കണ്ടിട്ട് ജോലിയിൽ പ്രവേശിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ നേരെ മാനേജറെ അടുത്ത് പോയി. മാനേജർ എന്നെങ്ങനെ ഒന്ന് നോക്കി. എന്നോട് ചോദിച്ചു, കഴിഞ്ഞ രാത്രിയിൽ നല്ലവണ്ണം മദ്യപിച്ചല്ലേ എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു, അതെ സാറേ, മദ്യപിച്ചു എന്ന് പറഞ്ഞു. വലിപ്പ് തുറന്ന് ഒരു കവർ എടുത്ത് എനിക്ക് എൻ്റെ കയ്യിൽ തന്നു. ഞാൻ ചോദിച്ചു, എന്താണ് സാറേ എന്ന് ചോദിച്ചു. തുറന്നു വായിക്കാൻ പറഞ്ഞു. ഞാൻ തുറന്നു വായിച്ചപ്പോഴേ കമ്പനിയിൽ നിന്ന് എന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, ഞാൻ ക്രിസ്ത്യനിഷ്ഠത പാലിക്കുന്നില്ല, കൃത്യമായി ജോലി ചെയ്യുന്നില്ല, മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്നു എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, ഇതൊക്കെ ശരിയാണോ സാറേ എന്ന് ചോദിച്ചു. ഇതെല്ലാം ശരിയല്ലേ, നീ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരാഴ്ചയോ ഒരു 3-4 ദിവസമോ സസ്പെൻഷനിൽ നിർത്തുകയുള്ളൂ എന്നാണ് ഞാൻ വാസ്തവത്തിൽ വിചാരിച്ചത്. ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. കയ്യിൽ പൈസ ഇല്ലാതായി. പല സ്ഥലങ്ങളിലും ജോലി അന്വേഷിക്കുമ്പോൾ എവിടെയാണ് ജോലി ചെയ്തത് എന്ന് കമ്പനിയിലേക്ക് ഫോൺ ചെയ്ത് ചോദിക്കുമ്പോൾ പറയും, ജോലി ചെയ്യില്ല, മദ്യപാനിയാണ്, ക്രിസ്ത്യനിഷ്ഠതയില്ല, എപ്പോഴും മദ്യപിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞ് ജോലി കിട്ടാതെ വളരെ പ്രയാസപ്പെടേണ്ടതായിട്ട്.
അങ്ങനെ അവസാനം നാട്ടിലൊന്ന് പോയി വരാമെന്ന് വിചാരിച്ച് നാട്ടിലോട്ട് തിരിച്ചു. നാട്ടിൽ ചെന്ന് അവിടെ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു. അടിയും വഴക്കും ബോംബെയിലല്ലേ വർഷങ്ങളോടുണ്ടായിരുന്നത്. അടിയും വഴക്കും പ്രശ്നങ്ങളും നിത്യതൊഴിലായി മാറി. ഏകദേശം 34ഓളം കേസുകൾ ആ സമയത്ത് എൻ്റെ പേരിലുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഉമ്മയുടെ വീട്ടുകാർ പറഞ്ഞു, നീ നന്നാകാൻ ഒരു മാർഗമുണ്ട്, മക്കയിൽ പോകുക, ഹജ്ജ് ചെയ്യുക, എങ്കിൽ മാത്രമേ നന്നാവുകയുള്ളൂ എന്ന് പറഞ്ഞു. എങ്ങനെയെങ്കിലും നന്നാകണം എന്നൊരാഗ്രഹം വാസ്തവത്തിൽ എനിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ കേരളത്തിലെ വിവിധ മുസ്ലിം പുണ്യ സ്ഥലങ്ങളിലൊക്കെ എൻ്റെ മാതാവിൻ്റെ അമ്മ എന്നെ കൊണ്ടുപോവുകയും നേർച്ചകളും കാഴ്ചകളും പുണ്യവും പുണ്യപ്രവൃത്തിയും ഒക്കെ ചെയ്തു എങ്കിലും എൻ്റെ ജീവിതത്തിൽ വാസ്തവത്തിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. ഓരോ ദിവസവും മദ്യപാനവും വഴക്കും അടിയും പ്രശ്നങ്ങളും, അങ്ങനെ ഓരോ ദിവസവും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഞാനൊരു തലവേദനയായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയി. അങ്ങനെ ഹജ്ജ് ചെയ്യാനായിട്ട് തീരുമാനമെടുത്തു. എൻ്റെ ചില അമ്മാവന്മാർ അവിടെ ഗൾഫിലുണ്ട്. അങ്ങനെ വിസ വന്നപ്പോൾ വിസയിൽ ചെറിയൊരു പ്രോബ്ലം, എൻ്റെ പേരിൽ ഒരു പ്രശ്നം. വീണ്ടും വിസ തിരിച്ചു പോയിട്ട് മടങ്ങി വരണം. ഞാൻ ആകെ മാനസികമായി വലിയ പ്രയാസത്തിലായി. മുമ്പോട്ടും പിൻപോട്ടും പോകാൻ പറ്റാത്ത ഒരവസ്ഥയില്, മുമ്പും പിമ്പും അടയപ്പെട്ട ഒരവസ്ഥയില്, ആർക്കും എന്നെ സഹായിക്കാൻ കഴിയാത്ത ഒരവസ്ഥയില്, എല്ലാവരും കൈവിട്ടല്ലോ എന്നുള്ള ഒരു ചിന്ത എന്നെ ഇങ്ങനെ ഭരിക്കാൻ തുടങ്ങി. അവസാനം ആത്മഹത്യ ചെയ്യാൻ, ഇനി ജീവിക്കുന്നില്ല, എങ്ങനെ നന്നാകാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളൊരു ചിന്തയോടുകൂടെ ആത്മഹത്യ ചെയ്യാനായിട്ടിരിക്കുന്നു. എല്ലാ വഴികളും അടഞ്ഞു. മേലോട്ട് നോക്കിയാൽ ആകാശം, കീഴോട്ട് നോക്കിയാൽ ഭൂമി, മറ്റൊരു വഴിയില്ലാത്ത ഒരവസ്ഥയില് അങ്ങനെ എങ്ങനെ ആത്മഹത്യ ചെയ്യണം, ഏത് രീതിയിലാണ് ആത്മഹത്യ ചെയ്യേണ്ടത്? ട്രെയിനിന് ചാടി മരിക്കണോ? കയറിട്ട് മരിക്കണമോ? മദ്യത്തിൽ വിഷം കഴിച്ച് മരിക്കണോ? എങ്ങനെയാണ് മരിക്കേണ്ടത് എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്താണ് ഞങ്ങളെ വീടിൻ്റെ അടുത്ത് ജോലി ചെയ്യുന്നതായ, ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി ചെയ്യുന്നതായ ഒരു ദൈവദാസൻ എൻ്റെ വീട്ടിൽ വരികയും എന്നോട് സംസാരിക്കുകയും ചെയ്യുകയാണ്. അന്നൊക്കെ ക്രിസ്ത്യാനികളോട് ഏറ്റവും ദേഷ്യമുള്ളതായ ഒരു കാലഘട്ടമാണ്. കാരണം ചെറുപ്രായത്തിൽ മദ്രസയിൽ പഠിച്ചിരുന്നതായ സമയത്തെല്ലാം തന്നെ ക്രിസ്ത്യാനികൾ ബൈബിൾ തിരുത്തപ്പെട്ടതാണ്. കേവലം ഒരു പ്രവാചകനായ ഈസാ നബിയെ ക്രിസ്ത്യാനികളെല്ലാം ദൈവമാക്കിയിട്ടുണ്ട്. ഈസാ നബി ക്രൂസിൽ മരിച്ചില്ല, ക്രിസ്ത്യാനികൾ അദ്ദേഹത്തെ മരിച്ചു എന്ന് വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് ക്രിസ്ത്യാനികൾ എന്നൊക്കെ ചെറുപ്രായം മുതൽ തന്നെ മദ്രസയിൽ പഠിപ്പിച്ചിരുന്നത് കൊണ്ടും അത് അംഗീകരിച്ചിരുന്നത് കൊണ്ടും ക്രൈസ്തവരോട് പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ വലിയ ദേഷ്യമായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ബൈബിളും ഒരു മനുഷ്യന്റെ ഹൃദയം എന്ന് പറഞ്ഞതായ ഒരു പുസ്തകം എൻ്റെ അടുത്ത് തന്നു. മനുഷ്യന്റെ ഹൃദയം എന്ന് പറയുന്നത്, തമ്പിയുടെ ഹൃദയം വേറെ ഉണ്ട്. ഒരു മനുഷ്യന്റെ ഹൃദയം എന്ന് പറഞ്ഞ ഒരു പുസ്തകം ഒരു പച്ച നിറത്തില് അടിച്ചിറങ്ങുന്ന ഒരു പുസ്തകമാണ്. ഒരു മനുഷ്യന്റെ ഹൃദയം, ആ മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് വിവിധമായ മൃഗങ്ങള്, വിവിധമായ സ്വഭാവങ്ങള്, വിവിധമായ പാപങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആ മനുഷ്യൻ നിത്യജീവൻ കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ ആയി തീർന്ന ഒരു പുസ്തകമായിരുന്നു അത്. അതിനോട് കൂടെ തന്നെ
ഒരു പുതിയ നിയമം കൂടെ ഉണ്ടായിരുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ വാസ്തവത്തിൽ എനിക്കങ്ങ് ദേഷ്യം. ഈ പുസ്തകം എടുത്ത് അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ഞാൻ അങ്ങ് വലിച്ചെറിഞ്ഞു. ക്രിസ്ത്യാനികളുടെ പുസ്തകമാണ്, തിരുത്തറ്റ ബൈബിളാണ് എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞെടുത്തോട്ട് തന്നെ അദ്ദേഹത്തിന് ഭയങ്കര പേടിയായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം ഞാൻ എഴുന്നേറ്റ് ഇരുന്ന സമയത്ത് ആ വലിച്ചെറിഞ്ഞ പുസ്തകം അവിടെ കിടക്കുകയാണ്. അത് പോയി എടുത്തു. ആ പുസ്തകം പോയി എടുത്ത് അതിങ്ങനെ തുറന്നു നോക്കിയപ്പോഴേ ഒരു മനുഷ്യന്റെ ഹൃദയം, പലമായ മൃഗങ്ങള്, ഓരോ മൃഗത്തിനും ഓരോ സ്വഭാവം. അങ്ങനെ ഹൃദയത്തിൽ നിന്ന് ദൈവവചനം പുറമെയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ മനുഷ്യന്റെ ജീവിതത്തിലില്ല. ദൈവദൂതൻ ഊരിപ്പിടിച്ച വാളുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു, ഇതിനെ ആട്ടിപ്പായിക്കാനായിട്ട്. അവസാനം ഇത് വായിച്ചു കഴിഞ്ഞതിനോട് ചോദിച്ചു, ഇതിനേക്കാൾ കൂടുതൽ പാപം നീ ഇന്ന് വരെ ചെയ്തിട്ടില്ലേ? ഇന്ന് നീ മരിച്ചാൽ നിന്റെ ആത്മാവ് എവിടെയായിരിക്കും എന്നുള്ള ഈ ചോദ്യം വാസ്തവത്തിൽ എനിക്ക് വലിയൊരു ഭയമാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. ആകെ ഞാൻ ഭയപ്പെട്ടു. കാരണം വലിയ പാപം ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ പറഞ്ഞതിനേക്കാൾ അധികം പാപം ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തത് കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥയിൽ ഞാനായത്. അങ്ങനെ ബൈബിള് ഇങ്ങനെ വായിക്കാൻ തുടങ്ങി. മത്തായിയുടെ സുവിശേഷം തുറന്ന് വായിച്ചു. മത്തായിയുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും എന്നുള്ള വാക്യം എൻ്റെ മനസ്സിൽ ഒരു പ്രത്യേക അനുഭൂതിയിലേക്ക് കൊണ്ടെത്തിച്ചു. ഇസ്ലാം മദ്രസയിൽ നിന്ന് പഠിച്ചതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് എനിക്ക് അതിൽ നിന്ന് കിട്ടിയത്. നീ എൻ്റെ അടുക്കൽ വരിക, എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും എന്നുള്ള ആ ഒരു വാക്യം വീണ്ടും 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 എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നത് പോലെ എനിക്ക് തോന്നുകയാണ്. അതോടുകൂടെ വളരെ സൂക്ഷ്മതയോടുകൂടെ വളരെ ചിന്തിച്ച് ബൈബിൾ ഞാൻ വീണ്ടും വായിക്കാൻ തുടങ്ങി. യോഹന്നാന്റെ സുവിശേഷത്തിൽ എത്തിയപ്പോഴേ വീണ്ടും എന്നോട് പറയുകയാണ്, എൻ്റെ സമാധാനം ഞാൻ നിനക്ക് തന്നേച്ചു പോകുകയാണ്, അത് ലോകം തരുന്നത് പോലെയല്ല. എന്തോ ഇതിലൊരു പ്രത്യേകത ഉണ്ട്, എനിക്കൊരു ബോധ്യമായി. അന്ന് സമാധാനമില്ലാത്ത, സമാധാനം എന്താണെന്ന് അറിയാത്ത, മാനസികമായി ശാരീരികമായി പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന എനിക്ക് എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും, എൻ്റെ സമാധാനം ഞാനൊക്കെ തന്നേച്ച് പോകുന്നു എന്ന് പറഞ്ഞ ആ അനുഭവത്തിൽ നിന്ന് ഒരു പ്രത്യേകമായ ഒരു അനുഭൂതിയോ അല്ലെങ്കിൽ പ്രത്യേകമായ പറഞ്ഞറിയിക്കാനായിട്ട് പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഞാനങ്ങ് മാറുകയാണ്. വളരെ സൂക്ഷ്മമായി ഒരു പ്രാവശ്യം പുതിയ നിയമം വായിച്ച് തീർന്നു. ഒരു പ്രാവശ്യം പുതിയ നിയമം വായിച്ച് തീർന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ഖുർആൻ പോലെയല്ല, ഇതിൽ എന്തോ അത്ഭുതങ്ങളുണ്ട്, എന്തോ അതിശയങ്ങളുണ്ട്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം വാസ്തവത്തിൽ സത്യമാണെങ്കിൽ അവിടുന്ന് മരിച്ചവരെ ഉയർത്തിയിട്ടുണ്ട്, രോഗികൾക്ക് സൗഖ്യം നൽകി, പൈശാചിക ശക്തിയിൽ അകപ്പെട്ട മനുഷ്യന് വിടുതൽ നൽകി, സമാധാനം നൽകി, ആശ്വാസം നൽകി എന്നൊക്കെ ഇതിനകത്ത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയതായിട്ട് ഞാൻ കാണുന്നുണ്ട്. എൻ്റെ ഉമ്മ മരിച്ച അന്ന് മുതലേ ഇന്ന് വരെ സമാധാനം എന്താണെന്നോ സന്തോഷം എന്താണെന്നോ പ്രത്യാശ എന്താണെന്നോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇതിൽ പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ, ഇതെല്ലാം യേശു കർത്താവ് ചെയ്തതാണെങ്കിൽ,
എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വിടുതൽ ആവശ്യമാണ്. എന്നെ വിടുവിച്ചാൽ ഞാൻ നിന്നിൽ വിശ്വസിക്കാമെന്ന് എൻ്റെ ഹൃദയത്തിൽ നിന്നിങ്ങനെ പറയാൻ തുടങ്ങി. അന്ന് വൈകിട്ട് ഞാൻ മദ്യം കഴിക്കാനായിട്ട് മദ്യഷാപ്പിൽ പോയി. മദ്യം വാങ്ങിച്ച് ടേബിളിൽ വെച്ചു. കുടിക്കാനായിട്ട് എനിക്ക് കഴിയുന്നില്ല. പല പ്രാവശ്യം എടുത്തു കുടിക്കാനായിട്ട്. പക്ഷെ കുടിക്കാനായിട്ട് കഴിയാത്ത ഒരവസ്ഥയിൽ എടുക്കും, അവിടെ വെക്കും, വീണ്ടും എടുക്കും, കുടിക്കാനായിട്ട് കഴിയുന്നില്ല എനിക്ക്. ലാസ്റ്റ് ആ മദ്യം അവിടെ ആ ടേബിളിൽ വെച്ചിട്ട് ഞാൻ തിരിച്ചു വരികയാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവം ആ മദ്യം ഉപേക്ഷിച്ച് കടന്നു വരിക. വഴിയിൽ വെച്ചിട്ട് ഒരു സിഗരറ്റ് എടുത്ത് വലിക്കാനായിട്ട് ശ്രമിച്ചു. കത്തിക്കാനായിട്ട് ശ്രമിച്ചു. തീപ്പെട്ടി കത്തുന്നില്ല, ഒരു രീതിയിലും കത്തുന്നില്ല. പല പ്രാവശ്യം കത്തിച്ചു, പക്ഷെ സിഗരറ്റ് കത്തുന്നില്ല. അറിയാതെ തന്നെ തീപ്പെട്ടിയും സിഗരറ്റിന്റെ പാക്കറ്റും എല്ലാം കൂടെ എടുത്ത് ചുരുട്ടി മടക്കി രണ്ട് ഭാഗത്തേക്ക് അങ്ങ് എറിഞ്ഞു. എറിഞ്ഞപ്പോഴാണ് ഓർക്ക് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതായിരുന്നല്ലോ, അയ്യോ നഷ്ടപ്പെട്ടല്ലോ എന്ന് ഓർക്കുന്നത്. എന്തോ ഒരു അസ്വസ്ഥത എൻ്റെ മനസ്സിൽ വന്നു. അന്ന് രാത്രി ഇങ്ങനെ കിടന്നുറങ്ങി. പിറ്റേന്ന് ഒരു പകലായപ്പോഴ് ഞാൻ സാധാരണ എൻ്റെ സ്വന്തം സ്ഥലം എന്ന് പറഞ്ഞ മലപ്പുറമാണ്. സാധാരണ ഞാൻ കോഴിക്കോട് ബീച്ചിലൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് പോകും. എങ്കില് ബീച്ചിലേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ച് ഒരു 10-11 മണിയായപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി കോഴിക്കോടെത്തി. ഇങ്ങനെ ബീച്ചിലേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. ബീച്ചിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്ന വഴിയില് അവിടെ ഒരു ക്രിസ്ത്യൻ ചർച്ചുണ്ട്. ആ ക്രിസ്ത്യൻ ചർച്ചിൽ ഒരു കൺവെൻഷൻ നടക്കുകയാണ്. കൺവെൻഷനിൽ പ്രസംഗിക്കുന്നത് ഡോക്ടർ മുരളീധരൻ എന്ന് പറഞ്ഞതായ ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, ഇദ്ദേഹം ഒരു ഹിന്ദു ആണല്ലോ. ഹിന്ദു ആയിരിക്കുന്ന ഈ മനുഷ്യൻ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളുടെ മീറ്റിംഗിൽ പ്രസംഗിക്കുന്നത്? മുസ്ലിങ്ങളെ വയത് പറയുമ്പോൾ മുസ്ലിങ്ങൾ മാത്രമേ വഹദ് പ്രസംഗിക്കുകയുള്ളൂ, മറ്റു ആരും പ്രസംഗിക്കുകയില്ല. എന്നാൽ എന്തുകൊണ്ടാണ് ഒരു മുരളീധരൻ എന്ന് പറഞ്ഞ ആള് ഈ ക്രിസ്ത്യാനികളുടെ മീറ്റിംഗിൽ പ്രസംഗിക്കുന്നത് എന്നിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. പിന്നെ 2 മണിക്കൂറുണ്ട്, 2-3 മണിക്കൂർ ബാക്കിയുണ്ട്. ഇദ്ദേഹം എന്താണ് പറയുന്നത് നോക്കാം. നമുക്ക് കടപ്പുറത്തൊക്കെ ഒന്ന് പോയി വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വരാൻ 6 മണിയാണല്ലോ സമയം. 6 മണിക്ക് മുമ്പ് തന്നെ വന്ന് ഒരു കസേരയിൽ ഇരിപ്പുറപ്പിച്ചു. പാട്ട് തുടങ്ങി, പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഈ മനുഷ്യൻ പ്രസംഗിക്കാനായിട്ട് എഴുന്നേറ്റു. പ്രസംഗിക്കാനായിട്ട് എഴുന്നേറ്റത് വാസ്തവത്തിൽ എന്നെ കുറിച്ചാണോ അദ്ദേഹം പറയുന്നത്? എന്നെ കുറിച്ച് അദ്ദേഹത്തിന് എങ്ങനെയാണ് മനസ്സിലായത്? ഞാൻ ചെയ്തു കൂട്ടിയ പാവത്തെ കുറിച്ചാണല്ലോ അദ്ദേഹം പറയുന്നത് എന്നുള്ളതായ വാക്കുകൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരാൻ തുടങ്ങി. എന്തുകൊണ്ട് അദ്ദേഹം എന്നെ കുറിച്ച് പറയും? എന്നെ ആരെങ്കിലും പരിചയപ്പെടുത്തിയിരുന്നോ? പ്രസംഗം എല്ലാം കഴിഞ്ഞ് പ്രാർത്ഥനയ്ക്ക് എല്ലാവരെയും വിളിച്ചു. എല്ലാവരും പോകുന്നവരെ ഞാൻ കാത്തിരുന്നതിന് ശേഷം, പ്രാർത്ഥന എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ പേര് ഇന്നയാണ് എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിന് എന്നെ തന്നെ പരിചയപ്പെടുത്തിയതിന് ശേഷം അദ്ദേഹം അപ്പോഴേക്കും അവിടുത്തെ പാസ്റ്റർ വന്നു. ബ്രദറിന് ഇവിടെ താമസിക്കാം, 3 ദിവസത്തെ പരിപാടിയാണ് ഇവിടെ കൺവെൻഷന്, ദൈവവചനം കേൾക്കാം, ഭക്ഷണവും താമസ സ്ഥലവും ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു.
അങ്ങനെ 3 ദിവസം അവിടെ ദൈവവചനം പ്രസംഗിച്ചത് കേൾക്കുകയും എനിക്ക് വേണ്ടി പ്രത്യേകിച്ച് ദൈവവചനം എന്നോട് പറയുകയും ചെയ്യുവാൻ തക്കുള്ളതായ അവസരം ലഭിച്ചു. വാസ്തവത്തിൽ ഞാൻ ആരാണെന്നുള്ള ബോധ്യം, ഞാൻ എന്ന് മരിച്ചാൽ നിത്യമായ നരകമാണ് എനിക്ക് ലഭിക്കുന്നത്, നിത്യജീവൻ എനിക്കില്ല, ഞാൻ ഒരു മഹാപാപിയാണ്, എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിനാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റുള്ളതായ ബോധ്യം ആ 3 ദിവസം കൊണ്ട് എനിക്ക് വാസ്തവത്തിൽ ലഭിക്കാനായിട്ടിടയായി. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ആ പാപം ഏറ്റുപറഞ്ഞപ്പോൾ, ഞാനൊരു മഹാപാപിയാണ് എന്നുള്ള ആ ബോധ്യം എനിക്ക് കിട്ടുകയും ആ പാപം ഏറ്റുപറയുകയും ചെയ്തപ്പോൾ എൻ്റെ ജീവിതത്തിൽ അന്ന് വരെ ഇല്ലാതിരുന്നതായ ഒരു പ്രത്യേകമായ ഒരു അനുഭൂതി, ഒരു അനുഭവം, എന്തോ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയതുപോലെ എനിക്ക് തോന്നുവാനിടയായി. അങ്ങനെ 1986 കർത്താവായ യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവായി കർത്താവായി സ്വീകരിക്കുവാൻ തക്കവണ്ണം വല്ലഭനായ ദൈവം എനിക്ക് അവസരം തന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം എത്ര നല്ലവനാണെന്ന് അവിടുന്ന് അനുഭവിക്കുവാനായിട്ട് എനിക്കിടയായി തീർന്നു എന്നുള്ളത്. ദൈവസ്നേഹം എന്താണ്? ദൈവം എന്തിനാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്? ദൈവം ഓരോ വ്യക്തിക്കും നൽകുന്നതായ നിത്യജീവനെ കുറിച്ച് ഉള്ള ബോധ്യം എനിക്ക് ലഭിക്കാനിടയായി. കർത്താവായ യേശുവിനെ സ്വീകരിച്ചപ്പോൾ ഉണ്ടായ ആ മാറ്റം എൻ്റെ ജീവിതത്തിൽ കാണാനായിട്ട് 3 ദിവസം കഴിഞ്ഞ് ഞാൻ എൻ്റെ ഭവനത്തിൽ കടന്നു ചെന്ന് ഞാൻ പിന്നീട് വായന തുടങ്ങി. മദ്യപാനം നിർത്തി, പുകവലിയില്ല. എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടായി. എൻ്റെ കൂട്ടുകാരും നാട്ടുകാരും പറയാൻ തുടങ്ങി, ആര്യക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ മദ്യപിക്കുന്നില്ല, പുകവലിക്കുന്നില്ല, വഴക്കുണ്ടാക്കാനായിട്ട് പോകുന്നില്ല. ഇപ്പൊ സ്വസ്ഥമായി സമാധാനമായി വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്നുള്ളതായ ചിന്തകള്, വാക്കുകൾ ഓരോരുത്തരും പറയാനൊക്കെ ആയിട്ട് തുടങ്ങി. അങ്ങനെ ഞായറാഴ്ച ദിവസം പ്രാർത്ഥനയ്ക്ക് പോകും. പ്രാർത്ഥനയ്ക്ക് പോയാൽ ഒരു ചർച്ചിൽ പോകില്ല, പല ചർച്ചുകളിലാണ് പോകുന്നത്. ഒരു വണ്ടിയിൽ പോകുകയില്ല, നേരെ ഒരു ബസ് ഉണ്ട് കോഴിക്കോട്ടേക്ക്. കാരണം എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു വ്യക്തി ഉണ്ടായിരുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല. ഇസ്ലാമിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്ന ഒരു വ്യക്തി, KK അലിവച്ചൻ എന്ന് പറയും. അദ്ദേഹം ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ഒരു കാല് അടിച്ചു ഒടിച്ച് അദ്ദേഹത്തിന്റെ ശരീരത്തിലെല്ലാം കണ്ണിലും മൂക്കിലും കാന്താരി മുളക് അരച്ച് തേച്ച് അദ്ദേഹത്തെ ചങ്ങലക്കിട്ടത് ചെറുപ്രായത്തിൽ ഞാൻ കണ്ടിരുന്നു. ഞാനെന്ത് വിചാരിച്ചത്, ഭ്രാന്തന്മാരെയാണല്ലോ ചങ്ങലക്കിടുന്നത്, അദ്ദേഹം ഭ്രാന്തനായിരിക്കും, അതുകൊണ്ടാണ് അദ്ദേഹത്തെ ചങ്ങലക്കിട്ടത് എന്നാണ് വിചാരിച്ചത്. പിന്നീടാണ് വലുതായപ്പോൾ മനസ്സിലായത് അദ്ദേഹത്തെ ചങ്ങലക്കിട്ടിരുന്നത് അദ്ദേഹം ക്രൈസ്തവ വിശ്വാസിയായതുകൊണ്ടാണ് എന്നുള്ളത്. അപ്പൊ ഒരു യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ച എനിക്ക്, ഞാനൊരു ക്രിസ്ത്യാനിയായാൽ എനിക്ക് ലഭിക്കാനായിട്ട് പോകുന്ന പീഡനങ്ങൾ എത്രമാത്രം വലിയതാണ് എന്ന് ഓർത്തപ്പോഴ് ഒരു ബസ് കയറുന്നതിന് പകരം നേരെ മലപ്പുറത്തുനിന്ന് കുണ്ടോട്ടിയിൽ ചെന്നിറങ്ങും. കുണ്ടോട്ടിയിൽ നിന്ന് രാമനാട്ടുകര ഫറൂഖിലും ഇറങ്ങും. ഫറൂഖിൽ നിന്ന് കോഴിക്കോട് ഇറങ്ങും. ഒരു ചർച്ചിൽ പോയാൽ അടുത്ത വേറെ ഏതെങ്കിലും ചർച്ചിൽ എന്നെ ആരും കാണരുത്, പക്ഷെ പ്രാർത്ഥിക്കുകയും വേണം എനിക്ക്. ചില നാളുകൾ മുമ്പോട്ട് പോയി കർത്താവിനോട് ചേരുവാൻ സ്നാനമൊക്കെ സ്വീകരിച്ചു. അങ്ങനെ മുമ്പോട്ട് പോയപ്പോഴാണ് യാദൃശ്ചികമായി ആരൊക്കെയോ അറിഞ്ഞു, അലിയുടെ ജീവിതത്തിലുണ്ടായ മാറ്റം ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ്. ഇപ്പോൾ അനി പോകുന്നത് ക്രൈസ്തവ ദേവാലയത്തിലാണ്.
എന്ന് മനസ്സിലാക്കിയ എന്നെ എൻ്റെ കൂട്ടുകാര് വീട്ടിൽ തേടിയെത്തി. എന്നോട് പറഞ്ഞു, നീ ഇപ്പോ ക്രിസ്ത്യാനി ആയിരിക്കുകയാണെന്നാണ് അറിഞ്ഞത്. ഞാൻ അവരോട് മറുപടി ഒന്നും പറഞ്ഞില്ല. എൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടെന്നൊക്കെ മാത്രം പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അത് കഴിഞ്ഞ് പുരോഹിതൻ വന്നു. പുരോഹിതൻ വന്നിട്ട് പറഞ്ഞു, നീ ഇപ്പോൾ ക്രിസ്ത്യാനി ആയിരിക്കുന്നു, ക്രിസ്ത്യാനികളുടെ കൂടെയാണ് വാസം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോ മദ്യപാനം നിർത്തി, പുകവലി നിർത്തി, എൻ്റെ ജീവിത സമാധാനമുണ്ട്, ഞാൻ അടിയുണ്ടാക്കാൻ പോകുന്നില്ല, ആരെയും വഴക്ക് പറയാൻ പോകുന്നില്ല, ആരെയോടും തെറി പറയുന്നില്ല, വളരെ സ്വസ്ഥമായിട്ട് ഞാൻ ആയിരിക്കുന്നു, ക്രിസ്ത്യാനികളുടെമായി പ്രാർത്ഥിക്കാറുണ്ടെന്ന് പറഞ്ഞോടുകൂടി ഒരൊറ്റ അടിയായിരുന്നു എന്നെ. അടിച്ച അടിയിൽ എനിക്ക് ദേഷ്യമുണ്ടായി. തിരിച്ചടിക്കാനായിട്ട് കയ്യിങ്ങ് പൊക്കിയതാണ്. പൊക്കിയപ്പോഴാണ് ക്രൂസിൽ കിടന്നുകൊണ്ട് കർത്താവ് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ തന്നെ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന കർത്താവിന്റെ പ്രാർത്ഥന എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വന്നപ്പോൾ അടിക്കാനായിട്ട് ഉയർത്തിയതായ കൈ ഞാൻ നേരെ താഴെ ഇട്ടു. പ്രൈസ് ദി ലോർഡ്. അതോടുകൂടെ അദ്ദേഹം എന്നെ ശപിച്ച് വളരെ വഴക്ക് പറഞ്ഞ് ഇറങ്ങിപ്പോയി. നേരെ ഞാന് അവിടെ നിന്നു. അന്ന് വെള്ളിയാഴ്ച പ്രാർത്ഥനയില് ഖതീബ് എന്ന് പറയും, അല്ലെങ്കിൽ പുരോഹിതൻ എന്ന് പറയും. അദ്ദേഹം പ്രസംഗത്തില് അലി ഇങ്ങനെ കെ അലവി അച്ഛൻ ഇവിടുന്ന് പോയി ഇപ്പോൾ മുഹമ്മദിനെതിരായിട്ട്, ഇസ്ലാമിനെതിരായിട്ട് പ്രസംഗിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അലിയും അതേ പാത പിന്തുടരും, അതുകൊണ്ട് മുളയിൽ നിന്ന് തന്നെ നുള്ളുക എന്നുള്ളതായ ഫത്വ പള്ളിയിൽ നിന്ന് ഇറങ്ങി. എന്ന് പറഞ്ഞാൽ എന്നെ കൊല്ലണം. ഇസ്ലാം പറയുന്നത് ഇസ്ലാമിനെയും ഇസ്ലാം സമൂഹത്തെയും വിട്ടുപോകുന്നവനെ വധിക്കണം, വധിക്കുന്നവന് സ്വർഗം ലഭിക്കുമെന്നാണ് പറയുന്നത്. ഞാൻ ഇസ്ലാം വിട്ടു, അപ്പൊ അതുകൊണ്ട് എന്നെ കൊന്നാൽ കൊല്ലുന്ന വ്യക്തിക്ക് സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അള്ളാഹു. അതുകൊണ്ട് അലിയെ എന്ത് ചെയ്യണം? കൊല്ലണം എന്ന തീരുമാനത്തിലേക്ക് പള്ളിയിൽ നിന്ന് ഓർഡർ എത്തി. ഇത് കേട്ടു. ഇത് ഞാൻ എൻ്റെ കൂട്ടുകാരിലൂടെ അറിഞ്ഞപ്പോഴേ ഞാൻ വീട്ടിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്, രക്ഷപ്പെടുകയാണ് വീട്ടിൽ നിന്ന്. വേറൊരു സ്ഥലത്ത് ചില മാസങ്ങൾ താമസിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊക്കെ മറന്നു കാണും, വീട്ടിലുള്ളത് നാട്ടിലുള്ളൊക്കെ മറന്നു കാണും, കുറച്ചു കാലമായില്ലേ എന്ന് വിചാരിച്ച് വീട്ടിലോട്ട് തിരിച്ചു വന്നു. അപ്പോഴേ തന്നെ എൻ്റെ 2 അമ്മാവന്മാരെ വീട്ടിൽ വരികയാണ്. ഞാൻ വന്നു എന്നറിഞ്ഞിട്ട്. അമ്മാവന്മാരും അവരുടെ ഭാര്യമാരുണ്ട്. എൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു, നീ ക്രിസ്ത്യാനിയാണ് എന്നാണ് അറിഞ്ഞത്, നീ അറിഞ്ഞോ? നിന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം നിന്നെ കൊല്ലണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, നീ അത് കേട്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കേട്ടു. തിരിച്ചു വരണമെന്ന് പറഞ്ഞു. വീണ്ടും പൊന്നാനി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് സഹാദത്ത് കലിമ ചൊല്ലി വീട്ടിലേക്ക് നീ തിരിച്ചു വരണം എന്നൊരു അമ്മാവും പറഞ്ഞു എന്നോട്. എന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ എനിക്ക് സ്വസ്ഥതയുണ്ട്, സമാധാനമുണ്ട്, വലിയ ആത്മീയമായിരിക്കുന്ന കാഴ്ചപ്പാടിലാണ് ഞാൻ ഇരിക്കുന്ന, മദ്യമൊന്നും കഴിക്കുന്നില്ല, ഞാൻ അത്രമാത്രം സന്തോഷത്തിന്റെ അനുഭവത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറഞ്ഞോട് കൂടെ തന്നെ വേറൊരമ്മ ഒരൊറ്റ ചവിട്ടായിരുന്നു നാവിക്ക കൊണ്ടത്. ഞാൻ അപ്പൊ തന്നെ താഴെ വീണു. ചില മിനിറ്റുകൾ കഴിഞ്ഞാണ് എനിക്ക് ശ്വാസം തന്നെ തിരിച്ചു കിട്ടുന്നത്. എനിക്ക് എഴുന്നേൽക്കാനായിട്ട് പറ്റുന്നില്ല. ഞാൻ അവിടെ ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് അവരങ്ങ് തിരിച്ചു പോയി 4 പേരും.
2 അമ്മാവന്മാരും അവരുടെ ഭാര്യയുണ്ടായിരുന്നു, ഭാര്യമാരും. ഞാൻ അവിടെ തന്നെ ഇരിക്കുക. കുറച്ചു നേരം കഴിഞ്ഞപ്പോ മൂത്രമൊഴിക്കണം തോന്നി. മൂത്രമൊഴിക്കാനായിട്ട് പോയി ഇരുന്നു. വാസ്തവത്തിൽ മൂത്രം വരുന്നില്ല. കുറച്ചും കൂടെ ഇങ്ങനെ ഇരുന്നു. അവിടെ ഇരുന്ന സമയത്ത് മൂത്രത്തിന് പകരം കുറേശ്ശെ ഇങ്ങനെ ബ്ലഡ് വരാനായിട്ട് തുടങ്ങി. ഞാൻ ടവലെടുത്ത് മുറുകെ കെട്ടി. എന്നിട്ട് ഞാൻ വന്ന സ്ഥലത്തേക്ക് ഞാൻ തിരിച്ചുപോയി. അവരെല്ലാരും കൂടെ ചേർന്ന് എന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. 4 ദിവസം അവിടെ കിടന്നു. 4 ദിവസം കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു എന്നെ കൊണ്ടൊന്നും പറ്റുകയില്ല, നിങ്ങൾ നേരെ, എൻ്റെ നാട് എന്നെ അടുത്താണല്ലോ, അതുകൊണ്ട് അടുത്തുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്, നിങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടൊരു എഴുത്ത് എഴുതി തന്നു. അവിടുന്ന് 2 സഹോദരന്മാരെയും കൂട്ടി നേരെ കോഴിക്കോട് ഞാൻ സ്നാനപ്പെട്ടതായ ആ ചർച്ചിൽ അവരെന്നെ കൊണ്ടുവന്നു. എന്നെ നേരെ കൊണ്ടുപോയി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു. ദിവസങ്ങളോളം അവിടെ കിടന്നു. യാതൊരു വിധമായ മാറ്റമില്ല. ഡോക്ടർമാര് വിധി എഴുതി, ഇനി ഇവൻ ജീവിക്കില്ല. അതോടുകൂടെ 2 പേര് താങ്ങി എഴുന്നേൽക്കണം. 2 കൈ അപ്പുറത്ത് ഇപ്പുറത്ത് 2 പേര് നിൽക്കുക എന്ന് എഴുന്നേൽപ്പിക്കാനായിട്ട്. എഴുന്നേൽക്കണമെങ്കിൽ, ബാത്റൂമിൽ പോകണമെങ്കിൽ, മൂത്രമൊഴിക്കാൻ പോകണമെങ്കിൽ അപ്പുറത്ത് ഇപ്പുറത്ത് 2 പേര് താങ്ങി എഴുന്നേൽപ്പിക്കണം. ദിവസങ്ങളോളം ട്രീറ്റ്മെന്റ് എടുത്തു. യാതൊരു വിധമായ മാറ്റമില്ല, ഒരു വിടുതലില്ല. ഡോക്ടർമാരെ വിധി എഴുതി, ഇനി ഇവനെ ജീവിതം കൂടുതൽ കാലമില്ല. അപ്പോഴേക്കിനെ എൻ്റെ ചുറ്റുമുള്ളതെല്ലാം തന്നെ മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളെല്ലാം തന്നെ പരിഹസിക്കാൻ തുടങ്ങിയപ്പോൾ മുസ്ലിം ആയിരുന്നു, ക്രിസ്ത്യാനി ആയതാണ്. അപ്പൊ അതുകൊണ്ട് ഇവനെ അടിച്ച് കുത്തി ഈ കോലത്തിലാക്കി. അധികം കാലം ജീവിക്കുകയില്ലെന്നാ ഡോക്ടർമാര് പറയുന്നത്. ഇവന്റെ അവസ്ഥ കണ്ടോ? ഒരു ഭാഗത്ത് പരിഹാസം, ഒരു ഭാഗത്ത് നിന്ന അപമാനം, എല്ലാം കൂടെ ആയപ്പോഴ് വല്ലാത്ത അവസ്ഥ, ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വല്ലാത്ത വേദനയിലൂടെ ഇങ്ങനെ കടന്നു പോവുക. കർത്താവിനോട് പറഞ്ഞു, നിന്റെ ഹൃദയം കലങ്ങിപ്പോകരുത്. കലങ്ങിപ്പോകുന്നൊരവസ്ഥയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ആരും സഹായിക്കാനില്ലാതെ, ആരും ആശ്വസിപ്പിക്കാനില്ലാതെ, വേദനയില് എങ്ങനെ രക്ഷപ്പെടും എന്നോർത്ത് ഭാരപ്പെടുന്ന, എല്ലാവരാലും കൈവിടപ്പെട്ടൊരവസ്ഥ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥ. അടുത്ത ദിവസം ഡിസ്ചാർജ് ചെയ്യാം. ഡിസ്ചാർജ് ചെയ്യാൻ എവിടെ പോയി കിടക്കും? കിടക്കാനൊരിടമില്ല. അവസാനം ബെഡിൽ നിന്ന് ബെഡ്ഷീറ്റ് എടുത്ത് നേരെ താഴെ ഇട്ടു. പ്രാർത്ഥിക്കാൻ തുടങ്ങി. കൂടുതലൊന്നും പ്രാർത്ഥിക്കാൻ അറിയില്ല. പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവെ, അങ്ങ് മരിച്ചവരെ ഉയർത്തിയവനാണ്. അങ്ങ് 38 വർഷക്കാലം കുളക്കടയിൽ കിടന്ന മനുഷ്യന് ജീവൻ നൽകിയവനാണ്. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കൊടുത്തവനാണ്. കേൾവിയില്ലാത്തവർക്ക് കേൾവി കൊടുത്തതാണ്. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തതാണ്. എന്നോട് കരുണ ചെയ്യണമേ കർത്താവേ, എന്നോട് കരുണ ചെയ്യണമേ. പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത്രമാത്രമേ അറിയുള്ളൂ. എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കിനും ആൾക്കാരൊക്കെ കൂടി. എൻ്റെ സൗണ്ടൊക്കെ പുറത്തു പോയി. ആൾക്കാർ മുസ്ലിങ്ങളാ. വീണ്ടും കൂടി വന്നിട്ട് പറഞ്ഞു, ഇപ്പോ ഡിസ്ചാർജ് ചെയ്യാൻ പോകുന്ന ഇവന് ഭ്രാന്തായി, അതുകൊണ്ടാണ് ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ ചലയ്ക്കുന്നത്.
എന്ന് പറഞ്ഞ് കളിയാക്കി ചിരിക്കാൻ തുടങ്ങി അവിടുന്ന്. എൻ്റെ ഹൃദയം പൊട്ടുന്ന വേദന. കർത്താവേ, ഇതൊന്ന് താങ്ങാനായിട്ട് എനിക്ക് കഴിയാത്ത ഒരവസ്ഥയാണ്. കണ്ണുനീരോടെ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, എനിക്ക് സൗഖ്യം നൽകണം. അത് മാത്രമേ അറിയുള്ളൂ. എനിക്ക് സൗഖ്യം നൽകണം. മരിച്ചവരെ ഉയർത്തിയവനാണ് അവിടുന്ന്. രോഗികളെ സൗഖ്യമാക്കിയവനാണ്. 38 വർഷക്കാലം കുളക്കടയിൽ കിടന്നവനെ സൗഖ്യം നൽകിയ എൻ്റെ കർത്താവേ, വിടുതൽ തരണമേ. കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഇങ്ങനെ ഒരു നിഴൽ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ അങ്ങ് വരിക. ഒരു നിഴൽ ഇങ്ങനെ വന്നിട്ട് എന്നോട് ചോദിച്ചു, മോനെ, നീ എന്തിനാണ് കരയുന്നത്? നീ എന്തിനാണ് കരയുന്നത്? ഞാൻ പറഞ്ഞു, എൻ്റെ അനുഭവങ്ങളൊക്കെ ഞാൻ അവനോട് പറഞ്ഞു. എന്നോട് പറഞ്ഞു എഴുന്നേൽക്കാൻ പറഞ്ഞു. എഴുന്നേൽക്കെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല, എനിക്ക് കഴിയയില്ല എഴുന്നേൽക്കാനായിട്ട്. വീണ്ടും പറഞ്ഞു എന്നോട് എഴുന്നേൽക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ എഴുന്നേൽക്കാനായിട്ട് നോക്കി, എനിക്ക് എഴുന്നേൽക്കാനായിട്ട് കഴിയുന്നില്ല. എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യേശുവാണ്, എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് എൻ്റെ കൈ പിടിച്ച് അങ്ങ് ഉയർത്തി. ഞാൻ അങ്ങ് ചാടി എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിച്ച് തുള്ളിച്ചാടാനായിട്ട് തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ വെച്ച് പൂർണ്ണ സൗഖ്യം കർത്താവ് എനിക്ക് നൽകി. കർത്താവ് വിടിവിക്കുന്നവനാണ്. കർത്താവ് സഹായിക്കുന്നവനാണ്. രോഗിക്ക് വിടുതൽ കൊടുക്കുന്നവനാണ്. അസാധ്യമായതിനെ സാധ്യമാക്കുന്നവനാണ്. ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ് എന്ന് മനസ്സിലാക്കുവാൻ ആ രാത്രികാലം ദൈവമായ കർത്താവ് സഹായിച്ചു. ദൈവം എത്രമാത്രം നല്ലവനാണെന്ന് രുചിച്ചറിയുവാൻ തക്കവണ്ണം രാത്രിയില് കർത്താവിടെ ആ അത്ഭുതങ്ങൾ. എന്നെ പരിഹസിച്ചവര്, എന്നെ നിന്ദിച്ചവര്, എന്നെ അപമാനിച്ചവര്, അവരുടെ മുമ്പിൽ വെച്ച് തന്നെ കർത്താവ് എന്നെ സൗഖ്യമാക്കി. അപ്പോഴേക്കിനൊക്കെ ഭയങ്കര ബഹളമായി. ഡോക്ടർമാരും നഴ്സുമാരെ കൂടിയെത്തി. എന്താണ് സംഭവിച്ചത് അവർക്കും അറിയില്ല, പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് എനിക്കും അറിയില്ല. വാസ്തവം എനിക്കും അറിയില്ല. ഡോക്ടർമാര് എന്നെ വിളിച്ചു കൊണ്ടുപോയി, അവരെ ക്യാബിനിൽ കൊണ്ടുപോയി പരിശോധിച്ചപ്പോഴ് പൂർണ്ണമായിട്ട് ഒഴുകിക്കൊണ്ടിരുന്നതായ ബ്ലഡ് പൂർണ്ണമായി സൗഖ്യം എനിക്ക് ലഭിച്ചിരുന്നു. സൗഖ്യം ലഭിച്ചിരുന്നു. എന്നോട് ഡോക്ടർമാർ ചോദിച്ചു, അതിൽ പല ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. ഡോക്ടർ ചോദിച്ചു, എന്തൊക്കെയാണ് സംഭവിച്ചത്? സംഭവിച്ച കാര്യങ്ങളെല്ലാം ഞാൻ ഡോക്ടർമാരോട് വിശദീകരിച്ചു. മരിക്കും, ഇനി ജീവിക്കയില്ല എന്ന ശാസ്ത്രം വിധി എഴുതിയ സ്ഥാനത്ത് ദൈവം എത്ര നല്ലവനായി വല്ലവനായി രോഗിക്ക് വിടുതൽ നൽകുന്ന, മരിച്ചവരെ ഉയർത്തുന്ന, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു എന്ന് അവിടെ വെച്ച് എനിക്ക് മനസ്സിലാക്കാൻ, എനിക്ക് മാത്രമല്ല എന്നെ പരിഹസിച്ചവരുടെ മുമ്പിൽ, എന്നെ വേദനപ്പെടുത്തിയവരുടെ മുമ്പിൽ കർത്താവിന്റെ നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. ദൈവം എത്രമാത്രം നല്ലവനെന്ന് രുചിച്ചറിയുവാൻ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം എന്നും ജീവിക്കുന്നു. ഇതെന്റെ അനുഭവം മാത്രമാണ്. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പുറത്ത് ഇറങ്ങിയപ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ വരുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഇനി വീട്ടിലോട്ട് തിരിച്ചു ചെല്ലുകയാണെങ്കിൽ നിന്റെ 2 കൈയും കാലും അടിച്ചൊടിച്ച് ഒരു റൂമിലാക്കി നിന്റെ മരണം വരെ നിനക്ക് ചെലവിന് തരാനായിട്ട് വീട്ടുകാരും പള്ളി കമ്മിറ്റിക്കാരും എല്ലാവരും കൂടെ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, കർത്താവേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ ബൈബിൾ വായിച്ചപ്പോൾ കിട്ടിയത്, കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടിപ്പോകുക, ഞാൻ പറയുന്നത് വരെ നീ അവിടെ താമസിക്കുക എന്നുള്ളൊരു വാക്യമാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. അർത്ഥമൊന്നും എനിക്ക് മനസ്സിലായില്ല. ഒരു കാര്യം എനിക്ക് ബോധ്യമായി, ഞാൻ എവിടെയും ഓടിപ്പോകാനാണ്
ദൈവവചനം എനിക്ക് ആലോചന തരുന്നത് എന്നുള്ള ആ ബോധ്യം വാസ്തവത്തിൽ എനിക്ക് ലഭിച്ചു. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, ഞാൻ എവിടെയാണ് ദൈവമേ ഓടിപ്പോകേണ്ടത്, എങ്ങോട്ടാണ് ഞാൻ ഓടിപ്പോകേണ്ടത് എന്ന് ഓർത്തപ്പോ എൻ്റെ മറ്റൊരു അമ്മാവനുണ്ട്, ഒരു യുക്തിവാദിയല്ല, ഇസ്ലാമും അല്ലാത്ത ഒരു വ്യക്തി. അദ്ദേഹം കർണാടകയിലുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ച് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി. അദ്ദേഹം ഇവിടെ ഒരു ഹോട്ടലൊക്കെ നടത്തുകയാണ്. അവിടെ സഹായിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോയി. ചുറ്റുപാടുള്ളതെല്ലാം മുസ്ലിങ്ങളാണ്, കേരളത്തിൽ നിന്ന് വന്ന് താമസിക്കുന്ന മുസ്ലിങ്ങളാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴ് ഞാൻ എങ്ങനെ ക്രിസ്ത്യാനിയായെന്നും വീട്ടിൽ നിന്ന് ഇങ്ങനെയൊക്കെയുള്ളതായ പ്രശ്നങ്ങൾ ഉണ്ടായെന്നൊക്കെ എങ്ങനെയൊക്കെയോ അറിഞ്ഞു. അവിടെ വലിയ പ്രശ്നങ്ങൾ അവിടെ തുടങ്ങിയതോടുകൂടെ അവിടെ നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ വന്നു. അവിടുന്ന് നേരെ നാട്ടിലെത്തി. കയ്യിലാണെങ്കിൽ പൈസ ഇല്ല. ആഹാരം കഴിച്ചിട്ട് വളരെ നാളുകളായി, കുളിച്ചിട്ട് വളരെ ദിവസങ്ങളായി. എണ്ണയില്ല, സോപ്പില്ല, ആഹാരമില്ല. ആഹാരം എന്ന് പറയുന്നത് പൈപ്പിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം മാത്രമാണ്. എത്ര ദിവസത്തോളം അങ്ങനെ പോയി എന്നൊന്നും അറിയില്ല എനിക്ക്. വളരെ ക്ഷീണിതനായിട്ട് ഇങ്ങനെ നടന്നു വരികയാണ് അവർക്ക്. വരുന്ന വഴിയില് നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഒരു ഓവുപാലത്തിന്റെ ചോട്ടിൽ അവിടെ മേലെ പോയി അവിടെ ഇരുന്നു. ഒരു രീതിയിൽ നടക്കാൻ പറ്റുന്നില്ല. എങ്ങനെങ്കിലും എവിടെയെങ്കിലും ഒന്ന് കിടക്കണം, ആ അവസ്ഥയിലായി. നേരെ ഓവുപാലത്തിന്റെ ചോട്ടിലോട്ട് അങ്ങ് പോയി അവിടെ കിടന്ന് അങ്ങ് ഉറങ്ങി. പിറ്റേന്ന് രാവിലെയാണ് എഴുന്നേൽക്കുന്നത്. സൂര്യകിരണങ്ങൾ ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ അടിച്ചപ്പോഴാണ് എഴുന്നേൽക്കുന്നത്. അവിടെ കിടന്ന് ചുറ്റുപുറം നോക്കി. ഞാനിങ്ങനെ ഉണ്ട്. ചുറ്റുപുറം നോക്കിക്കഴിഞ്ഞപ്പോഴേ എന്നേക്കാൾ നീളമുള്ള ഒരു പാമ്പിന്റെ വള കിടക്കുന്നു അവിടെ. ചാടി എഴുന്നേറ്റ് നെഞ്ചത്ത് കൈവച്ചിട്ട് പറഞ്ഞു, കർത്താവേ, കഴിഞ്ഞ രാത്രിയില് ഈ പാമ്പിന്റെ സങ്കേതത്തിലായിരുന്നല്ലോ ഞാൻ കിടന്നുറങ്ങിയത് എന്ന് പറഞ്ഞു. കർത്താവിനോട് പറഞ്ഞു, മോനെ, കഴിഞ്ഞ രാത്രിയിൽ ഈ പാമ്പിന്റെ സങ്കേതത്തിലായിരുന്നില്ല നീ കിടന്നുറങ്ങിയത്. എൻ്റെ വിശാലമായ ചിറകിന്റെ അടി ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കിയിരുന്നു. ആ ചിറകരടിയിലാണ് കഴിഞ്ഞ രാത്രിയില് നീ വിശ്രമിച്ചത് എന്ന ദൈവശബ്ദം അവിടെ വെച്ച് കേൾക്കുവാൻ തക്കവണ്ണം. ദൈവത്തിന്റെ അന്നത്തെ പോലെ ഇന്ന് വരെ പിന്നെ അതുപോലെ ഒരു ഉറക്കം എനിക്ക് കിട്ടിയിട്ടില്ല. അത്രമാത്രം ദൈവത്തിന്റെ ചിറകടിയില്, സംരക്ഷണത്തില് ഉറങ്ങുക എന്ന് പറയുമ്പോൾ, വിശ്രമിക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റാത്തതായ അനുഭവം ഉണ്ടാകുന്നു. അത് ഞാൻ താമസിയാതെ തന്നെ ഒരു ലെറ്റർ എൻ്റെ കയ്യിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ കൊണ്ടുതന്നു. ഞാനത് തുറന്നു വായിച്ചു. തുറന്നു വായിച്ചപ്പോൾ എനിക്ക് നഷ്ടമായിരുന്ന എൻ്റെ ജോലി, സസ്പെൻഷനിലായിരുന്ന എൻ്റെ ജോലി ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോൾ നിന്നെ തിരിച്ചെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതായ ലെറ്ററാണ് എനിക്ക് എൻ്റെ കൂട്ടുകാരിൽ നിന്ന് എനിക്ക് കിട്ടുന്നത്. ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. ദൈവം എത്ര നല്ലവനാണ്, ദൈവം നല്ലവനാണെന്ന് രുചിച്ചറിയുവേൻ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. അങ്ങനെ ബോംബെയിൽ തിരിച്ചുപോയി. ഞാൻ ജോലിയിൽ പ്രവേശിച്ചു. ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോഴ് നേരെ ട്രാൻസ്ഫറിന്റെ കാര്യങ്ങൾ, ട്രാൻസ്ഫറും പ്രൊമോഷനും വരുന്നൊരു അനുഭവം ഉണ്ടായി. അപ്പൊ എന്നെ എല്ലാവരും എതിർത്തു. ഞാൻ ഇത്രയും വർഷം സസ്പെൻഷനിലായതാണ്, അതുകൊണ്ട് എന്നെ ആ സ്ഥാനത്തേക്ക് ആക്കരുത്. അപ്പൊ 3-4 പേര് വേറെ ഉണ്ടായിരുന്നു.
അവരെ മാത്രമേ നിയോഗിക്കാവൂ എന്ന് 3-4 പേര് നിർബന്ധിച്ച് പറഞ്ഞു. എങ്കിലും മാനേജർ പറഞ്ഞു, ഞാൻ വളരെ വിശ്വസ്തയോടെ, അന്നത്തെ പോലെയല്ല, വളരെ വിശ്വസ്തയോടെ അലി ജോലി ചെയ്യുന്നുണ്ട്, അലിയെയും കൂടെ പെടുത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ നറുക്കിടുകയാണ്. വാസ്തവത്തിൽ നറുക്ക് വീണത് എനിക്കായിരുന്നു. പ്രൊമോഷനോട് കൂടെ തന്നെ കർണാടകയിൽ കുതിരമുഖ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പ്രൊമോഷനായിട്ട് ഞാൻ കടന്നു വന്നു. ദൈവം എന്നെ അത്ഭുതകരമായി, അതിശയകരമായി വഴി നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ദൈവത്തെ അറിയുന്നതായ ദൈവത്തിന്റെ ജനത്തെ, ദൈവമക്കളെ ദൈവം സംരക്ഷിക്കുന്നു, എത്രമാത്രം പരിപാലിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ചില അങ്ങ് കടന്നു പോയപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ എൻ്റെ വേലക്കായിട്ട് വിളിക്കുകയാണെന്ന് പറഞ്ഞു. അത് ഒരിക്കലും വാസ്തവത്തിൽ അത് അംഗീകരിക്കാനായിട്ട് പറ്റുന്ന ഒരു അനുഭവം ആയിരുന്നില്ല എനിക്ക്. കാരണം അത്രമാത്രം കഷ്ടപ്പാട്, പട്ടിണി, ദുരിതം എല്ലാം അനുഭവിച്ചിരുന്നു. ഈ ജോലിയും കൂടെ രാജിവെച്ച് കഴിഞ്ഞാൽ, നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ള ആ ഒരു ചിന്തയിൽ ഞാൻ പറഞ്ഞു, അത് മാത്രം പറ്റുകയില്ല, ജോലി രാജിവെക്കാനായിട്ട് പറ്റുകയില്ല കർത്താവെ. ഞാൻ കിട്ടുന്ന സമയമെല്ലാം ദൈവവേല ചെയ്തിങ്ങനെ മുമ്പോട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞു. പല പ്രാവശ്യം ദൈവത്തിന്റെ ആലോചന ഉണ്ടായി, പക്ഷെ ഞാനത് തിരസ്കരിച്ചു. തിരസ്കരിച്ചതിന്റെ ഫലമായിട്ട് ഒരു ചെറിയ ആക്സിഡന്റ് എനിക്കുണ്ടായി. എൻ്റെ ഒരു വിരല് പൂർണ്ണമായിട്ട് മെഷീന്റെ അകത്തോട്ട് അങ്ങ് കയറി. ഒരു ചെറിയ തൊലി മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഒടിഞ്ഞങ്ങോട്ട് തൂങ്ങി. ദൈവത്തിന്റെ ആലോചന തിരസ്കരിച്ചതിന്റെ ഫലമായിട്ട് ഉണ്ടായതാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടായി. സ്നേഹിക്കുന്ന മക്കളെ അപ്പൻ അടിക്കുന്നു എന്നുള്ളൊരു ബോധ്യം എനിക്ക് ഉണ്ടായി. അങ്ങനെ ജോലി റിസൈൻ ചെയ്തു. ചില വർഷങ്ങള് കേരളത്തിലും അതുപോലെ തമിഴ്നാട്ടിലും ദൈവവചനം പഠിക്കുവാനായിട്ട് വലിയവനായ ദൈവം എനിക്ക് അവസരം ഒരുക്കി തന്നു. വചന പഠന ശേഷം സ്വന്തം സമൂഹത്തിൽ തന്നെ സുവിശേഷം പ്രസംഗിക്കണം, ക്രിസ്ത്യാനികളുടെ ഇടയിലോ മറ്റിടയിലോ പ്രസംഗിക്കുന്നില്ല എന്നുള്ള ഒരു തീരുമാനം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. സ്വന്തം സമൂഹത്തില് ഏകദേശം ഇന്ന് 1 കോടിയോളം വരുന്ന മുസ്ലിം സമൂഹമുണ്ട്. 14 ജില്ലകളിലായി, കേരളത്തിലെ 14 ജില്ലകളിലായി ചിതറിപ്പാർക്കുന്നതായ ഏകദേശം 1 കോടിയോളം വരുന്ന ഈ സമൂഹം, അവരുടെ ഇടയില് സുവിശേഷം അറിയിക്കണം. 90% പോലും സുവിശേഷം കേൾക്കാത്തവരാണെന്നുള്ള ആ ബോധ്യം എനിക്ക് ലഭിച്ചതിന്റെ ഫലമായി അവരുടെ ഇടയില് അവരോട് സുവിശേഷം പറയുവാൻ തക്കവണ്ണുള്ളതായ സാഹചര്യം ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ അവരുടെ ഇടയിൽ തന്നെ വാസ്തവത്തില് പ്രവർത്തനം തുടങ്ങി. ആദ്യം അവരുടെ ചോദ്യങ്ങൾക്ക് സംശയം തീർക്കുന്നതിന് വേണ്ടി ഒരു മാസിക, 3 മാസത്തിൽ ഒരിക്കലും ഒരു മാസിക പ്രസിദ്ധീകരിക്കുവാൻ തക്കവണ്ണിടയായി. ഏകദേശം 10-18 വർഷക്കാലത്തോളം ആ മാസിക 3 മാസത്തിൽ ഒരിക്കലിങ്ങനെ പബ്ലിഷ് ചെയ്തു വന്നു. കൊറോണ സമയമായപ്പോഴേ വളരെ സാമ്പത്തികമായ ഞെരുക്കങ്ങൾ ഉണ്ടായി. അങ്ങനെ കൊറോണ കാലത്ത് അതങ്ങ് സ്റ്റോപ്പായി. അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അറിയപ്പെടുന്നതായ ഒരു ക്രിസ്ത്യൻ അപ്പോളിസ്റ്റ്, ക്രിസ്ത്യൻ പ്രിൻസ് എന്ന് പറഞ്ഞതായ ഒരു ദൈവദാസന്റെ ദ ഡിസെപ്ഷൻ ഓഫ് അള്ളാഹ് എന്ന് പറഞ്ഞ ഒരു പുസ്തകം, അള്ളാഹുവിന്റെ വഞ്ചന, ആ പുസ്തകം വായിക്കാനായിട്ടിടയായി തീർന്നപ്പോഴേ എൻ്റെ ചില സ്നേഹിതന്മാരും ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. അത് പബ്ലിഷ് ചെയ്യണമെന്ന് തോന്നി, പ്രാർത്ഥിച്ചു. ചില ദൈവമക്കളുടെ സഹായത്താൽ ആ പുസ്തകം പുറത്തിറങ്ങാൻ ദൈവം സഹായിച്ചു. മലയാളത്തിലേക്ക് പുറത്തിറക്കി.
അള്ളാഹുവിന്റെ വഞ്ചന എന്ന് പറയുന്ന ഒരു പുസ്തകം വളരെ ഒരു പുസ്തകമാണ്. ഏകദേശം 400-ലധികം പേജുള്ളതായ ഒരു പുസ്തകം. അത് പുറത്തിറക്കാൻ ദൈവം കർത്താവ് കൃപ നൽകി. അതിനുശേഷമായിട്ട് വീണ്ടും ചില പുസ്തകങ്ങള് യേശുവും ഈസയും ഒന്നല്ല, തൃത്വം അറിയാത്ത അള്ളാഹു എന്ന് പറഞ്ഞ ചില പുസ്തകങ്ങള് പബ്ലിഷ് ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. സ്ത്രീ ഇസ്ലാമിലും ക്രൈസ്തവ വിശ്വാസത്തിലും മറ്റൊരു പുസ്തകം. സ്ത്രീ ആരാണ്, സ്ത്രീകൾക്കുള്ള സ്ഥാനം എന്താണ് ഖുർആൻ ഇസ്ലാമില്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഭർത്താവ് മരിച്ചാൽ സ്ത്രീ കരയാൻ പാടില്ല. ഒരിക്കലും ഒരു അനുയായി മരിച്ചപ്പോൾ തന്റെ ഭാര്യ മരിച്ചു. അവളിങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മുഹമ്മദ് പറഞ്ഞു അവളോട് കരരുതെന്ന് പറഞ്ഞു. ഇവള് തന്റെ ഭർത്താവ് മരിച്ച ആ വേദനയിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മുഹമ്മദ് പറഞ്ഞു അവളെ വായിൽ കൊണ്ടുപോയി മണ്ണ് വാരിയിടാനായിട്ട്. അപ്പോൾ സ്ത്രീകൾക്ക് ഒരു പട്ടിയുടെ വില പോലും കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഇസ്ലാമില് സ്ത്രീകൾക്ക് കൊടുത്ത അതിനെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണ് സ്ത്രീ ഇസ്ലാമിലും സ്ത്രീയുടെ ലൈംഗികത ക്രൈസ്തവ ഇസ്ലാം മതങ്ങളിൽ എന്ന് പറഞ്ഞ ഈ പുസ്തകം. അതിനുശേഷമായി പല പുസ്തകങ്ങളും പബ്ലിഷ് ചെയ്തു. ഖുർആന്റെ സാക്ഷ്യം യേശു ദൈവമാകുന്നു എന്ന് പറഞ്ഞൊരു പുസ്തകം. അതുപോലെ തന്നെ മറ്റ് ഒരു സെറ്റ് പുസ്തകം ഏകദേശം 10 എണ്ണം ഉണ്ട്. അതിൽ കറസ്പോണ്ടൻസ് ആയിട്ട് ക്രൈസ്തവ വിശ്വാസം പരമോന്നതം, ഇസ്ലാമിക ദർശനം ക്രൈസ്തവ വീക്ഷണങ്ങളിൽ, ക്രൈസ്തവർ എന്തുകൊണ്ട് തൃത്വത്തിൽ വിശ്വസിക്കുന്നു, യേശുവിന്റെ കുരിശുമരണം, അബ്രഹാം യാഗം കഴിക്കാൻ കൊണ്ടുപോയ ഇസ്ഹാക്കിനെയാണോ ഇസ്മായിലിനെയാണോ, ക്രിസ്തീയ വിവാഹം നിക്കാഹ് എന്താണ്, ഞാൻ എന്തുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, യേശുവിന്റെ സവിശേഷത 1-2 വാള്യങ്ങളില് പ്രവാചകന്മാരെക്കാൾ ഉന്നതൻ. അങ്ങനെ പല പുസ്തകങ്ങളും പബ്ലിഷ് ചെയ്യുവാൻ, മുസ്ലിങ്ങളുടെ ഇടയിൽ വിതരണം ചെയ്യുവാൻ ദൈവമക്കളുടെ സഹായത്താൽ അങ്ങനെ മുസ്ലിങ്ങളുടെ ഇടയിൽ ശക്തമായി ദൈവവചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സുവിശേഷം എത്താത്ത, സുവിശേഷം കേട്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ വിഭാഗം എന്ന് പറയുന്നത് മുസ്ലിം സമൂഹമാണ്. 1 കോടിയോളം വരുന്ന ഈ മുസ്ലിങ്ങളോട് സുവിശേഷം അറിയാൻ നഷ്ടപ്പെട്ടവരാണ്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകരുത് എന്ന് കർത്താവ് പറയുന്നുണ്ട്. അവരുടെ ഇടയിലാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും പ്രതീക്ഷിക്കുന്നു. എനിക്കൊരു മകനുണ്ട്. ഭാര്യ ഒരു പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നു. ഞങ്ങൾ കുടുംബമായി കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി കേരളത്തിലെ 1 കോടിയോളം വരുന്ന 14 ജില്ലകളിൽ ചിതറിപ്പാർക്കുന്ന ഈ സമൂഹത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അതിനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഇത്രമാത്രം സമയം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസിയും ഈ ഗ്രൂപ്പിനെയും സമർപ്പിക്കുന്നു. അവരെയും കുടുംബമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. വലുവനായ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ആമേൻ.